ഗൈസ് വി ഗോട്ട് ആൻ അപ് ട്രെൻഡ് ഓൺ 4 hour ചാർട്ട്. 4 മണിക്കൂർ ചാർട്ടിൽ നമുക്കൊരു അപ് ട്രെൻഡ് സിഗ്നൽ, വളരെ ഏർലി ഒരു അപ് ട്രെൻഡ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതലും ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിഫർ ചെയ്യുന്നത് ഡെയിലിയും വീക്ക്ലിയുമാണ്. എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ 4 hour ചാർട്ടിലൊക്കെ വളരെ ഏർലി അപ് ട്രെൻഡ് സിഗ്നലാണ്. അതായത് 4 hourൽ ആദ്യമേ ഏർലി അപ് ട്രെൻഡ് കാണിക്കുക, എന്നിട്ട് ഡെയിലി, ദെൻ വീക്ക്ലി, ദെൻ മന്ത്ലി, ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. പക്ഷേ ഈ 4 hour ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈയിടെയായിട്ട് ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, ടെക്നിക്കൽ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ചേഞ്ച് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ 4 hour ചാർട്ടിലെ ട്രെൻഡ് ചേഞ്ചിങ്ങൊക്കെ ഞാൻ കൂടുതലും നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ, ക്ലബ്ബിലാണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ഇടാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. യു മസ്റ്റ് നോ ദോസ് തിങ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, 4 hour ചാർട്ടാണ് ഇവിടെ കാണുന്നത്. 4 hour ചാർട്ടിൽ നമുക്ക് ഇന്നലെ കഴിഞ്ഞതോടുകൂടി ഒരു സോൾ ബാർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റ് മീ ടേക്ക് മൈ പെൻ. ഓക്കെ, ഇവിടെ നമുക്ക് സോൾ ബാർ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഒരു അപ് ട്രെൻഡ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? നമുക്ക് 2 ക്രൈറ്റീരിയ മെയിൻലി വേണം. ഒന്ന്, നമ്മുടെ ബാൻഡ് കളർ ചേഞ്ച് ചെയ്യണം. ഓറഞ്ച് കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ട്രെൻഡാണ്. ഗ്രീൻ ബാൻഡ് പ്രത്യക്ഷപ്പെടുക, അതിനർത്ഥം ഡൗൺ ട്രെൻഡാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു 4 hourൽ ഒരു ഓറഞ്ച് ബാൻഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊന്നാമത്തെ റൂള്. 2, നമുക്കൊരു സോളിഡ് ബാറ് ഈ ബാൻഡിൻ്റെ മുകളിലായിട്ട് വേണം. നമുക്ക് കറക്റ്റ് നല്ലൊരു സോളിഡ് ബാറ് നമുക്ക് ബാൻഡിൻ്റെ മുകളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു സോൾ ബാർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു പുൾ ബാക്ക്, മേ ബി ഇറ്റ് വിൽ ഗോ അപ്പ് ലൈക്ക് ദീസ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബാൻഡ് സപ്പോർട്ടായിട്ട് നിൽക്കണം. ഇനി തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് ഈ ബാൻഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് പോകണം. ഈ ബാൻഡ് ഇനി നമുക്ക് ഈ ഒരു അപ് ട്രെൻഡ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു ബ്ലൂ, അതായത് നമ്മുടെ ഈ ട്രെൻഡ്, നമ്മുടെ ബാൻഡ് ഗ്രീനിഷിലോട്ട് കയറുന്നു, എന്നിട്ട് ഒരു ഗ്രീനിഷ് ബാറ് ആ ബാൻഡിന് താഴെ തരുന്നു. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡാണ്, നമ്മുടെ അപ് ട്രെൻഡ് നഷ്ടപ്പെട്ടു. ഈ ട്രെൻഡ് ഫൈൻഡർ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ബാൻഡ് സാധാരണ ഞാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാധാരണ ടെക്നിക്കൽ അനാലിസിസും അല്ലെങ്കിൽ ട്രേഡിംഗ് ഒന്നും ചെയ്യാത്ത സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഈ ഒരു ക്യാൻഡിൽ മാറിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ, ഈ ഒരു ക്യാൻഡിൽ മാറിയപ്പോഴത്തേക്ക് തന്നെ ഈ ബാൻഡിൻ്റെ ചേഞ്ച് ഘടന മാറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡ് ഈ ഒരു ബാറോടുകൂടി സ്ലൈറ്റ്ലി ചേഞ്ച് ആയി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അപ് ട്രെൻഡ് സിഗ്നൽ പോലെ ഒരു ബാൻഡ് നമുക്കിവിടെ കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ സോൾ ബാർ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ബാർ എന്തായി മാറും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാം 4 hourൽ അപ് ട്രെൻഡ് തുടങ്ങി. പക്ഷേ നമുക്ക് 4 hourൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഡെയിലിയിൽ നമുക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഡെയിലിയിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് ക്രാക്ക് ചെയ്തിട്ട് ഒരു അപ് ട്രെൻഡിലേക്ക് മുകളിലൊരു ക്യാൻഡിൽ വേണം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടമല്ലാത്തൊരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ചിലപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കയറുമ്പം എനിക്ക് അത് പാറ്റേൺ നിങ്ങളെ കാണിക്കാൻ നോക്കും. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് മൈ ഓക്കെ. സോ ഈ ഒരു പാറ്റേൺ കണ്ടോ? എസ്പെഷ്യലി ഞാനിവിടെ ഇത് ചെയ്യാം. ഓക്കെ, അതെ, ഈ കണ്ടേക്കുന്ന ഈ ബോക്സ് ആണ് കൊടുത്തേക്കുന്ന ഈ ഒരു പാറ്റേൺ കണ്ടോ? ഇവിടെ ഈ ഒരു ബാറോടുകൂടി നമ്മുടെ ഡൗൺ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് അപ് ട്രെൻഡിൻ്റെ ഈ ബാൻഡിൻ്റെ കളർ ഓറഞ്ചായിട്ട് മാറി, അല്ലേ? അതിനുശേഷം നമുക്ക് നല്ലൊരു ഓറഞ്ച് ബാർ വീണ്ടും സോൾഡ് കിട്ടുന്നു. പക്ഷെ അത് ഫോളോ ത്രൂ ചെയ്യുന്നില്ല, തിരിച്ചു വരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാൻഡ് ഇങ്ങനൊരു പാറ്റേണിൽ, അതായത് താഴോട്ട് വരുന്നു, എന്നിട്ട് കുറേ ഓറഞ്ച് ബാൻഡ്. ഇപ്പം നമുക്കറിയാം, ഈ ചാർട്ടിൽ ഞാൻ ചെയ്തേക്കുന്ന ഓറഞ്ച് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ട്രെൻഡാണ്, ഗ്രീൻ ബാർ എന്ന് പറഞ്ഞാൽ ഡൗൺ ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ബാൻഡിൻ്റെ കളർ മാറുന്നതിന് മുന്നേ ഒരു റൈഡ് ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്. ഇവിടെ താഴെ നിന്ന് കണ്ടോ, മുകളിലോട്ട് ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്. എന്നിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ട് ആണ് നമുക്ക് സിഗ്നൽ മാറുന്നത്. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബിറ്റ് കോയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 50 മിനിറ്റ്സിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി റൈഡ് ചെയ്ത് ക്ഷീണമായി. താഴേന്ന് ഇങ്ങനെ കുറേ റൈഡ് ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോകുമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് റൈഡ് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇതൊരു എക്സ്റ്റെൻഡഡ് ബാറാണ്. ആ എക്സ്റ്റെൻഡഡ് ബാറിലാണ് ഈ ഒരു ബാൻഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഡഡ് ബാറിനെ ഈ ഒരു കളർ ചേഞ്ചിനെ അധികം വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഒരു 10ൽ 6 തവണയും വിശ്വസിക്കാൻ ഒക്കത്തില്ല. പക്ഷേ എവിടെയാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതേ കണ്ടില്ലേ, ഇതെന്ന് വെച്ചാൽ സൈഡ് വേസിലേക്ക് പോയിട്ടാണ്, അത് റെസ്റ്റിംഗ് പീരീഡാണ്. ആ റെസ്റ്റിംഗ് പീരീഡ് തന്നെ ഫസ്റ്റ് ബാർ തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. റെസ്റ്റിംഗ് പീരീഡിൽ നിന്ന് ഇത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നീട് നമുക്ക് സോൾ ബാർ ബാൻഡിൻ്റെ മുകളിൽ കിട്ടുന്നു, നല്ലൊരു റൈഡ് കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് റെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു. റെസ്റ്റിംഗ് പീരീഡ് വന്നിട്ട് നല്ലൊരു ബാർ ബാൻഡിന് എബോവ് വരുന്നു, അത് താഴോട്ട് ഫോളോ ത്രൂ ചെയ്യുന്നു. കണ്ടില്ലേ, ഇത് യൂഷ്വലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞു 10-6 തവണ ഇത് വിജയിക്കാറില്ല ഇങ്ങനെ പോകുന്നത്, പക്ഷേ ചില സമയത്ത് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്ന ഏറ്റവും ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സൈഡ് വേസിലേക്ക് പോയിട്ട് പിന്നീട് ഒരു ബാറ് റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് ഒരു ബാർ പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക. ഈ ലെഫ്റ്റിലുള്ള ബാറിനെയൊക്കെ ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ബാറിനെക്കാളിലൊക്കെ ഏറ്റവും വലിയ ബാർ ഈ കാണുന്നതാണ്. ഇവിടുന്ന് റെസ്റ്റിംഗ് ആണ്. അത് അല്ലാതെ ഈ ഒരു ബാറ് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ വന്നിട്ട് പോവല്ല, ഇവിടെ നിങ്ങൾ സൈഡിലേക്ക് വന്നിട്ട് പെട്ടെന്നൊരു ബാർ വരുന്നു. ഇതിനെ നമുക്ക് നല്ലൊരു റൈഡ് ഫോളോ ത്രൂ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു 15 മിനിറ്റ്സ് ആണ് നമുക്ക് പെട്ടെന്നൊരു നല്ലൊരു ബാർ കിട്ടുന്നു, സൈഡ് വേസ് ആണ്. ഇത് നമുക്ക് ഫോളോ ത്രൂ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈവൻ സംടൈംസ് ഞാൻ ഇത് സാധനം വെച്ചിട്ട് ട്രേഡും ചെയ്യും, ഡേ ട്രേഡിങ് ചെയ്യാറുണ്ട്. ബിറ്റ്കോയിനിലല്ല, സ്റ്റോക്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാൻഡിന് താഴെയുള്ള വലിയ ബാർ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ TQQ എടുക്കാം. ഈ ബാർ ഇവിടെ വെച്ച് ചേഞ്ച് ആവുന്നുണ്ട് കളർ. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് മീ ക്ലോസ് ദിസ് വൺ. അതായത് നമുക്കിവിടെ എൻട്രി ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് മുകളിൽ, മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ നഷ്ടം, ഇത് നിങ്ങളുടെ ലാഭം, മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു അപ് ട്രെൻഡ് വരുന്നുണ്ട്, പക്ഷേ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്, താഴ്ത്ത് വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. ഇത് കണ്ടോ, സൈഡ് വേസിലേക്കാണല്ലേ പോയേ, ഇത് സൈഡ് വേസ് ആയിട്ടല്ലേ പോയേ. എന്നാലും പെട്ടെന്ന് ഈ ഒരു ബാറിൽ കളർ ചേഞ്ച് ചെയ്തുണ്ടോ? ഇതിൽ എൻട്രി ചെയ്യാം, സ്റ്റോപ്പ് ലോസ് താഴെ വെക്കാം. കണ്ടോ, ദിസ് ഇസ് ദ വേ ഐ ഡു. അപ്പോൾ ഞാൻ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല, കാരണം വളരെ സാധാരണ ആളുകളായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക്സ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ നോക്കൂ. ഇതുണ്ടെന്ന് പറഞ്ഞ് കാര്യമില്ല, കുറച്ച് ട്രേഡിങ്ങിൻ്റെ ബേസിക്സും കൂടെ വേണം. അപ്പം 4 അവർ ചാർട്ടിൽ നമുക്കിതേപോലെ ഒരു നല്ലൊരു ബാർ കിട്ടിയിട്ടുണ്ട്. പ്ലസ് നമുക്കിത് എന്ത് വേണം, ഈ ഒരു ബാൻഡിനെ സപ്പോർട്ട് ചെയ്ത് പ്രൈസ് നിൽക്കണം. നിന്നില്ലെങ്കിൽ എന്ത് പറ്റും, വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ 4 അവർ ചാർട്ട് കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിക്കാത്തത്. കാരണം അവർ ചിന്തിക്കും, ഇത് വന്നത് വീണ്ടും പോയി, വീണ്ടും വന്നു, വീണ്ടും പോയി, അതിനൊരു കൺസിസ്റ്റൻസി ഇല്ലല്ലോ എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് കൺസിസ്റ്റൻസി അല്ല നോക്കണ്ടേ, വാട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ബാർ. ഈ ബാറിനെ താഴോട്ട് വന്ന് ഒരു ഗ്രീൻ ബാർ വന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇസ് ഡൺ, നമ്മുടെ അപ് ട്രെൻഡ് വാനിഷായി. ഇനി ഡൗൺ ട്രെൻഡാണ് താഴോട്ട് കിടക്കുന്നത്. നമുക്ക് ഇത് ഈ ഒരു ബാൻഡിൽ നോക്കിയാൽ തന്നെ നമുക്കിപ്പോൾ എന്ത് നടക്കുന്നു മനസ്സിലാവും. 4 അവറിൽ ഒരു അപ് ട്രെൻഡ് ചെറുതായിട്ട് തുടങ്ങി, ഡെയിലി നോക്കുമ്പോൾ അതില്ല അല്ലേ, വീക്കിലി നോക്കുമ്പോൾ ഇല്ല, വീണ്ടും ഡൗൺ ട്രെൻഡാണ്. ഇത് നമുക്ക് പെട്ടെന്നൊരു നല്ലൊരു ഐഡിയ നമുക്ക് തരുന്ന ഒരു ബാൻഡാണ്. ഓക്കെ, സോ വേറൊരു കാര്യം, ഇന്ന് 2 മണിയാകുമ്പോൾ US ടൈം 2 മണിയാകുമ്പോൾ നമുക്കൊരു ഫെഡറൽ ഫണ്ട് റേറ്റിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. മാർക്കറ്റ് ഓൾറെഡി പ്രൈസ്ഡ് ആണ് 3.75. അത് അതേപോലെ തന്നെ നിലനിർത്തുമെന്ന് വിചാരിക്കുന്നു. സെയിം തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാർക്കറ്റ് വളരെ വോളറ്റൈലായിരിക്കാം. ആ വോളറ്റൈൽ പീരീഡിൽ പെട്ടെന്നൊരു ഗ്രീൻ ബാർ വന്നിട്ട് നമുക്ക് ഈ ഒരു ബാൻഡ് പെട്ടെന്ന് മനസ്സിലായേക്കാം. മനസ്സിലാവും, ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റിലാണ് നമുക്കിവിടെ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, സോ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, ഡെയിലിയിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. സോ ടേക്ക് കെയർ, ബൈ.